2024 കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ CES 2024 PC ഇൻഡസ്ട്രി ബേസ്ഡ് അപ്ഡേറ്റ്സ് ആണ്. ഇന്ന് സ്പെസിഫിക്കലി വി ആർ ടോക്കിംഗ് അബൌട്ട് AMD ബിക്കോസ് ബഡ്ജറ്റ് ഗെയിമേഴ്സിന് വലിയൊരു അനൗൺസ്മെന്റ് ആണിത്. NVIDIAയുടെ GTX 1650 ലെവൽ പെർഫോമൻസ് കിട്ടുന്ന APUs ആണ് AMD അനൗൺസ് ചെയ്തേക്കുന്നത്. എല്ലാമല്ല, ഇതിൽ ഒരു സ്ക്യൂ മാത്രം. യോഡോൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ തുടങ്ങാം. സോ ഇവിടെ AMDയുടെ CES ഇവന്റിൽ ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളത് 8000G APUസിന്റെ ലോഞ്ച് ആയിരുന്നു. കുറെ നാളായിട്ട് റൂമേഴ്സും ലീക്സും എല്ലാം കണ്ട് ഇപ്പൊ ഫൈനലി ഇറ്റ്സ് ഒഫീഷ്യൽ. 8000G പ്രോസസേഴ്സ് Zen 4 ആർക്കിടെക്ചർ ബേസ്ഡ് ആയിരിക്കും വിത്ത് Radeon 700M iGPU. ഇതിൽ തന്നെ Zen 4 ഉണ്ട്, ചിലതിൽ Zen 4C, ഒരു മിക്സ്ചർ ഓഫ് ഒരു മൾട്ടി കോർ ആർക്കിടെക്ചർ ആണ് കാണുന്നത് ചില പ്രോസസേഴ്സിൽ. സോ ആസ് ഓഫ് നൗ AMD അനൗൺസ് ചെയ്തത് 4 പ്രോസസേഴ്സ് ആണ് ഇൻ ദിസ് ലൈനപ്പ്. ഏറ്റവും ടോപ്പിൽ വരുന്നത് Ryzen 7 8700G Zen 4 ബേസ്ഡ് 8 cores ആണ് വരുന്നത്. ടോട്ടൽ 16 threads, 4.2 GHz ബേസ് ആൻഡ് 5.1 GHz ടർബോ ഫ്രീക്വൻസി. 8700G യിൽ വരുന്ന iGPU Radeonന്റെ 780M ആണ് വിത്ത് 12 compute units ആൻഡ് ഫ്രീക്വൻസി 2900 MHz ആണ്. നെക്സ്റ്റ് ഇതിന് താഴെ വരുന്നതാണ് Ryzen 5 8600G. ഇതിലും Zen 4 ബേസ്ഡ് 6 കോർസ് ആണുള്ളത്. 4.3 GHz ബേസ് ആൻഡ് 5 GHz ന്റെ ടർബോ ഫ്രീക്വൻസി. 8600G യിൽ we have Radeon 760M GPU with 8 compute units. GPU ഫ്രീക്വൻസി 2800 MHz ആണ്. ഇവിടെയും 16MB ആണ് ക്യാഷ്, 65 വാട്ട്സിന്റെ ആണ് TDP. ഇപ്പൊ പറഞ്ഞ രണ്ട് പ്രോസസേഴ്സിൽ AMDയുടെ AI ബേസ്ഡ് ചിപ്പ് വരുന്നുണ്ട്, Ryzen AI ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്. സോ AI ബേസ്ഡ് അപ്ലിക്കേഷൻസിന് വേണ്ടി ഈ AI ബേസ്ഡ് ചിപ്പ് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് താഴെ വരുന്ന രണ്ട് പ്രോസസേഴ്സിൽ AI ബേസ്ഡ് ഈ പറഞ്ഞ ചിപ്പ് ഇല്ല. സോ നെക്സ്റ്റ് Ryzen 5 ൽ തന്നെ 8500G ഉണ്ട്. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടി കോർ ആർക്കിടെക്ചർ വരുന്നത്. Zen 4 കോഴ്സും ഉണ്ട്, Zen 4C കോഴ്സും ഉണ്ട്. സോ ബേസിക്കലി ഇത് ഇന്റലിന്റെ P കോഴ്സ് ആൻഡ് E കോഴ്സ് പോലെ വർക്ക് ആവുന്നതാണ്. ജസ്റ്റ് നെയിമിംഗ് Ryzen Zen 4 ആൻഡ് Zen 4C എന്നാണ് AMD യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് Zen 4 ബേസ്ഡ് കോഴ്സ് ഉണ്ട് ആൻഡ് 4 Zen 4C ബേസ്ഡ് കോഴ്സ്. സോ അങ്ങനെ ടോട്ടൽ 6 കോഴ്സും 12 ത്രെഡ്സും ആണ് വരുന്നത്. 3.5 GHz ആണ് ബേസ് ഫ്രീക്വൻസി ആൻഡ് Zen 4 ബേസ്ഡ് കോഴ്സിന്റെ ടർബോ വരുന്നത് 5 GHz ആണ്. Zen 4C ബേസ്ഡിന്റെ 3.7 GHz ആണ്. 8500G യിൽ GPU വരുന്നത് Radeon 740M ആണ് വിത്ത് 8 compute units. 2800 MHz ആണ് സ്പീഡ്. ഇതിൽ AI ബേസ്ഡ് NPU ഇല്ല ആൻഡ് ഏറ്റവും താഴെ വരുന്ന പ്രോസസർ ആണ് Ryzen 3 8300G. ആസ് ഓഫ് നൗ DIY കൺസ്യൂമർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. ഫസ്റ്റ് ഇത് OEM ഓൺലി ആയിരിക്കും. സോ ഫസ്റ്റ് OEM ബേസ്ഡ് പ്രീ ബിൽഡ് PCസിലായിരിക്കും വരുന്നത്. ഓഫ് കോഴ്സ് എന്തായാലും കുറച്ച് കഴിഞ്ഞ് മാർക്കറ്റിൽ ഇതിന്റെ ട്രേഡ് എഡിഷൻസ് ഒക്കെ വരും. എനിവേസ് 8300G യിൽ ഒരു Zen 4 കോറും 3 Zen 4C കോർ, ടോട്ടൽ 4 കോർസ് ആൻഡ് 8 ത്രെഡ്സ്. iGPU വരുന്നത് Radionന്റെ 740M തന്നെയാണ് വിത്ത് 4 compute units. 2600 MHz ന്റെയാണ് GPU ഫ്രീക്വൻസി. ആൻഡ് പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് 8700G, പ്രൈസിംഗ് $329 ആണ്. 8600G is $229, 8500G is $179 and 8300G യുടെ പ്രൈസിംഗ് ആസ് ഓഫ് നൗ അവൈലബിൾ അല്ല ബിക്കോസ് ഓൺലി ഫോർ OEM ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ആൻഡ് അവൈലബിലിറ്റി 31st January മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് AMD പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് Ryzen 7 8700G ആൻഡ് 8600G ഈ രണ്ട് പ്രോസസേഴ്സ് ആയിരിക്കും ലൈക്ക് പെർഫോമൻസ് വൈസ് ആൻഡ് ഓവറോൾ ഒരു മാർക്കറ്റ് വാല്യൂ വൈസ് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ രണ്ട് പ്രോസസേഴ്സ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇതിന് താഴെ വരുന്ന രണ്ട് പ്രോസസേഴ്സ് 8500G ആൻഡ് 8300G ഇതിന്റെ ഈ ഒരു കോമ്പിനേഷൻ ആർക്കിടെക്ചറിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്കൊരു ഐഡിയ ഇല്ല. ആൻഡ് ഓൾസോ ഇതിലെ iGPU നോക്കുവാണെങ്കിലും കുറച്ച് കുറഞ്ഞ വേർഷൻ ആണ്, 4 compute units ഉള്ള വേർഷൻ ആണ് വരുന്നത്. ബട്ട് ഫസ്റ്റ് പറഞ്ഞ രണ്ട് പ്രോസസേഴ്സ് 8700G ഇതിലെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രോസസർ ആണ്. ബിക്കോസ് AMD കാണിച്ച ബെഞ്ച് മാർക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്രോസസർ യൂസ് ചെയ്ത് നമുക്ക് ഗെയിമിംഗ് ഈസിലി ചെയ്യാൻ പറ്റും, മിഡ് ലെവൽ ഗെയിമിംഗ് വിത്തൗട്ട് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ്. ദാറ്റ്സ് ട്രൂ, ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യം വരുന്നില്ല. The Ryzen 7 8700G can run Cyberpunk 2077 in Full HD without a discrete graphic card. That means you don't need to have a uber powerful gaming rig to enjoy the story of Night City on PC. But we don't know എത്ര FPS കിട്ടുന്നു അത് കാണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഗെയിം പ്ലേ അത്യാവശ്യം സ്മൂത്ത് ആണ്. ഈ കാണിച്ച ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. സോ ഓവറോൾ AMD കാണിച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ 1080p ലോ സെറ്റിംഗ്സിലുള്ള ബെഞ്ച് മാർക്സ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത്. ഗെയിമിംഗ് മാത്രമല്ല പ്രൊഡക്ടിവിറ്റി സൈഡിലും AMDയുടെ പുതിയ APUs ഹൈലി കേപ്പബിൾ എന്നാണ് ഈ ബെഞ്ച് മാർക്സ് കാണിക്കുന്നത്. ഇവിടെ കമ്പയർ ചെയ്തേക്കുന്നത് 13400F പ്രോസസറും ഒരു 1650 ഡിസ്ക്രീറ്റ് GPU വെച്ചുകൊണ്ടുള്ളതിന്റെ പെർഫോമൻസും 8700
8700G വിത്ത് ജസ്റ്റ് IGPU. ഇത് രണ്ടിന്റെയും കമ്പാരിസൺ ആണ് ഈ കാണിച്ചേക്കുന്നത്. സോ ഇവിടെ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ ഒരു റേഷ്യോ ആണ് കാണിച്ചേക്കുന്നത്. എത്ര ടൈംസ് AMDയുടെ ഈ APUs ബെറ്റർ ആണെന്ന്. ഓഫ്കോഴ്സ് ഇത് AMD കാണിച്ച ബെഞ്ച് മാർക്സ് ആണ്. ഇതിന്റെ എക്സാക്ട് അറിയണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞ് റിവ്യൂസ് ആൻഡ് തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ബെഞ്ച് മാർക്കിന്റെ ബേസിസിൽ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും 8700G പ്രോസസർ വിത്ത് ജസ്റ്റ് an IGPU നമുക്ക് നിയർലി ഡബിൾ ദി പെർഫോമൻസ് ആണ് കിട്ടുന്നത് കമ്പയർ ടു 13400 വിത്ത് GTX 1650 GPU. ആൻഡ് ഇവിടെ ഡിസ്ക്രീറ്റ് GPU ആഡ് ചെയ്യുവാണെങ്കിലുള്ള പെർഫോമൻസിന്റെ ഒരു മെട്രിക്സ് കാണിച്ചിട്ടുണ്ട്. 8700G പ്രോസസർ വിത്ത് RX 7900 XTX GPU വെച്ചിട്ടുള്ള 1080p ഹൈ സെറ്റിംഗിന്റെ ബെഞ്ച് മാർക്സ് ആണ് ഈ കാണുന്നത്. സോ ഒരു ഡിസ്ക്രീറ്റ് GPU ആഡ് ചെയ്യുവാണെങ്കിൽ പെർഫോമൻസിൽ മേജർ അപ്ലിഫ്റ്റ് ഉണ്ടാകും. സോ എന്റെ ഒപ്പീനിയനിൽ വാച്ച് ഔട്ട് ഫോർ Ryzen 7 8700G ആൻഡ് 8600G പ്രോസസേഴ്സ്. സോ AMD സൈഡിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു അനൗൺസ്മെന്റ് ആയിരുന്നു Ryzen 8000G APUs. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ തന്നെ ലാപ്ടോപ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ലാപ്ടോപ്സിലും ഈ സെയിം പ്രോസസേഴ്സ് 8040 നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മന്ത് എൻഡ് എന്തായാലും നമുക്ക് അറിയാൻ പറ്റും പെർഫോമൻസ് എങ്ങനെയെന്നുള്ളത്. തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് എന്തായാലും ഈ മന്ത് എൻഡ് ആകുമ്പോൾ ആ ഒരു നിയർ ടൈം വരുമ്പം എല്ലാം പുറത്ത് വരുന്നതായിരിക്കും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും 8000G പ്രോസസേഴ്സിന്റെ ആക്ച്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ ആക്ച്വൽ പവർ എന്താണെന്നുള്ളത്. ഹൈലി കേപ്പബിൾ പ്രോസസേഴ്സ് തന്നെയാണ്. Zen 4 ആർക്കിടെക്ചർ ആണ്. RDNA 3 ബേസ്ഡ് ആണ്. GPU IGPU വരുന്നത്. ആൻഡ് XDNA 2 ബേസ്ഡ് ആണ്. NPU അല്ലെങ്കിൽ AI ബേസ്ഡ് ചിപ്പ് വരുന്നത്. ആൻഡ് ഇതിപ്പം ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് തന്നെയാണ്. എല്ലാ പ്രോസസേഴ്സ് ആൻഡ് GPUസിലും ഈ AI ബേസ്ഡ് സംഭവങ്ങൾ പുതിയത് ആഡ് ആയി വരുന്നുണ്ട്. സോ AI ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. സോ അതുകൊണ്ട് തന്നെ Zen 4 ബേസ്ഡ് വിത്ത് XDNA 2 AI ചിപ്പ് വരുന്ന പ്രോസസേഴ്സ് ആണ്. സോ ഫ്യൂച്ചറിലെ AI ബേസ്ഡ് അപ്ലിക്കേഷൻസിന് വേണ്ടി എന്തായാലും കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസേഴ്സ് തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഫ്യൂ മോർ വീക്സ്. ആൻഡ് വേറൊരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റും ഉണ്ടായിരുന്നു. അധികം ആരും എക്സ്പെക്റ്റും ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ഇതിനെക്കുറിച്ച് ലീക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് എനിവേസ് ഇതിപ്പോൾ ഒഫീഷ്യലാണ്. അതായത് AM4 ബേസ്ഡ് പ്രോസസേഴ്സ്, പുതിയ പ്രോസസേഴ്സ് AMD അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ AM4 പ്ലാറ്റ്ഫോം നമുക്കറിയാം 2016 ലോഞ്ച് ആയത്. ദിസ് ഇസ് 2024, ഓൾമോസ്റ്റ് ഒരു 8 years ആയിട്ടുണ്ട്. സോ ടെക്നിക്കലി പറയുവാണെങ്കിൽ കൺസ്യൂമർ സൈഡിൽ ഏറ്റവും കൂടുതൽ ലോങ്സ്റ്റ് സർവൈവിംഗ് സോക്കറ്റ് എന്ന് പറയാം AM4. പുതിയ 4 പ്രോസസേഴ്സ് ഇതൊക്കെയാണ്. 5700X 3D 3 GHz to 4.1 GHz 3D V cache ആണ് ഇതിൽ വരുന്നത്. 100 MBയുടെ 105 watts ആണ്. TDP 8 cores and 16 threads ആണ്. പ്രൈസിംഗ് $249 ആണ്. ഇന്ത്യൻ പ്രൈസിംഗ് റഫ്ലി ഒരു 25,000 ഈ റേഞ്ച് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാവുന്നത്. പെർഫോമൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നിയർലി 5800X 3Dയുടെ ആ ഒരു ഏകദേശം റേഞ്ച് വരുമെന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കമ്പാരിസൺസോ ബെഞ്ച് മാർക്സ് ഒന്നും കാണിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒരു ബെഞ്ച് മാർക്ക് കാണിച്ചത് 13600K പ്രോസസറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ളതാണ്. ആൻഡ് നിയർലി ഒരു ഐഡന്റിക്കൽ പെർഫോമൻസ് ആണ് 13600K ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബെഞ്ച് മാർക്ക് ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇതിന് താഴെയാണ് Ryzen 7 5700 3.72 മാക്സിമം 4.6 ആണ് ടർബോ. 8 cores 16 threads ആണ്. TDP ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. 65 wattsന്റെ ആണ് TDP ആൻഡ് 20 MBയുടെ ആണ് L3 cache. പ്രൈസിംഗ് $175 ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് AMD പുതിയൊരു പ്രോസസർ സീരീസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. GT സീരീസ്. GT എന്ന് പറയുന്നത് ഇതിൽ IGPU വരുന്നതായിരിക്കും. ദാറ്റ് ഈസ് ടെക്നിക്കലി പറയുവാണെങ്കിൽ APUs ആണ്. ബട്ട് പഴയ APUസിലുള്ള IGPU അല്ല വരുന്നത്. RDNA ബേസ്ഡ് GPU ആണ്. സോ Ryzen 5 5600 GT 6 cores and 12 threads 4.6 വരെ ടർബോ ഫ്രീക്വൻസി. ആൻഡ് Ryzen 5 5500 GT ഇതും 6 cores and 12 threads ആണ്. 4.4 GHz ആണ് ടർബോ. രണ്ടിലും 19 MBയുടെ ആണ് L3 cache. 65 watts ആണ് TDP. 5600 GT പ്രൈസിംഗ് $140 ആണ്. 5500 GT $125 ആണ്. ആൻഡ് പെർഫോമൻസിന്റെ കാര്യം അധികമൊന്നും കാണിച്ചിട്ടില്ല. 5600 GT ആൻഡ് 5500 GT ഇപ്പോഴത്തെ 5600G APUവിനെക്കാളും ബെറ്റർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതിന്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്സും കാര്യങ്ങളും തേർഡ് പാർട്ടി റിവ്യൂസ് എല്ലാം വന്നാലേ നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. ഇത് കൈൻഡ് ഓഫ് എ മിക്സ്ഡ് ഫീലിംഗ് ആണ്. ബിക്കോസ് നല്ലൊരു കാര്യം തന്നെ ആക്ച്വലി നോക്കുവാണെങ്കിൽ AM4 സോക്കറ്റ് ഹൈലി സക്സസ്ഫുൾ സോക്കറ്റ് ആണ്. അതിന് എപ്പോഴും AMD ഈസ് ട്രൈങ് ടു കീപ് ഇറ്റ് അലൈവ് വിത്ത് ന്യൂ പ്രോസസേഴ്സ്. സോ നല്ലൊരു കാര്യമാണ്. പഴയ പ്രോസസേഴ്സ് ലൈക്ക് Ryzen ഫസ്റ്റ് ജനറേഷൻ ഓർ സെക്കൻഡ് ജനറേഷൻ ഓർ ഈവൻ മേ ബി തേർഡ് ജനറേഷന്റെ 3500 പോലത്തെ പ്രോസസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു അപ്ഗ്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല ഓർ DDR5 പ്ലാറ്റ്ഫോമിലോട്ട് നോക്കുന്നില്ലെങ്കിൽ സെയിം DDR4 പ്ലാറ്റ്ഫോം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മദർ ബോർഡ് സപ്പോർട്ട് ഈസിലി ഉണ്ട്. 450 550 ഈവൻ A320 സപ്പോർട്ട് ആവുമെന്ന് തോന്നുന്നു. സോ അങ്ങനെയുള്ളവർക്ക് ഐ തിങ്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു പോസിബിളി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇതെല്ലാം. ബട്ട് സ്റ്റിൽ പുതിയൊരു PC കംപ്ലീറ്റ് ന്യൂ PC ആണ് നോക്കുന്നതെങ്കിൽ Ryzen 7000 ഓർ DDR5 പ്ലാറ്റ്ഫോമിലോട്ട് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും ബെറ്റർ. AMDയുടെ ഈ പ്രോസസേഴ്സ് അല്ലാതെ AMD പുതിയൊരു GPU കൂടെ അനൗൺസ് ചെയ്തു. റേഡിയോന്റെ RX 7600 XT 16GB വേരിയന്റ്. സോ RX 7600 XT പഴയ 7600ന്റെ സക്സസർ ആയിരിക്കും. 7600 XT $329 ആയിരിക്കും. ദാറ്റ് ഈസ് നിയർലി ഒരു 33,000 റേഞ്ച്. ഇപ്പോഴത്തെ RTX 4060 Tiയുടെ അതേ ഒരു സിമിലർ റേഞ്ച് ആണ്.
2048 ആണ് സ്ട്രീം പ്രോസസ്സേഴ്സ് വരുന്നത്. 2.47 GHz തൊട്ട് മാക്സിമം 2.76 GHz ആണ് ബൂസ്റ്റ് ക്ലോക്ക്. 16 GB GDDR6 ബേസ്ഡ് മെമ്മറി, 18 Gbps ആണ് മെമ്മറി സ്പീഡ്, 128 ബിറ്റ്സിന്റെ മെമ്മറി ബസ്, 190 വാട്ട്സിന്റെ ആണ് ടോട്ടൽ ബോർഡ് പവർ പറയുന്നത്. ജാനുവരി 24 ഇതിന്റെ അവൈലബിലിറ്റി AMD ഫിക്സ് ചെയ്തേക്കുന്നത്. ആൻഡ് പെർഫോമൻസ് വൈസ് ആക്ച്വലി ക്ലിയർ അല്ല, ബിക്കോസ് ഇവിടെ ബെഞ്ച് മാർക്സ് അല്ലെങ്കിൽ കമ്പയർ ചെയ്തേക്കുന്നത് RTX 2060 ആയിട്ടാണ്. ഐ ഡോണ്ട് നോ എന്തുകൊണ്ട് 2060 ആയിട്ട് ഇപ്പൊ കമ്പയർ ചെയ്തെന്നുള്ള. ഓൾമോസ്റ്റ് ആസ് എക്സ്പെക്ടഡ് 2060 എല്ലാ ഗെയിംസിലും ബീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഹൈ FPS തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് മാത്രമല്ല 4060 ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വേറൊരു ബെഞ്ച് മാർക്കിംഗും കാണിച്ചിട്ടുണ്ട് AMD. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ക്ലിയർ അല്ല. AMD FSR3 യൂസ് ചെയ്തിട്ടുണ്ട്. AMDയുടെ ഹൈപ്പർ RX എന്ന ഫീച്ചറും യൂസ് ചെയ്ത് ഇതെല്ലാം എനേബിൾ ചെയ്തുകൊണ്ടുള്ള ഒരു ബെഞ്ച് മാർക്കാണ്. സോ ഈ ഗ്രാഫ് വെച്ച് നോക്കുവാണെങ്കിൽ RTX 4060 8GB ഗ്രാഫിക്സ് കാർഡിനേക്കാളും പെർഫോമൻസ് വൈസ് ബെറ്റർ ആണ്. സോ എനിവേസ് RX 7600 XT 16GB ജാനുവരി 24 ലോഞ്ച്. അതിന് മുമ്പേ 1 വീക്ക് മുമ്പേ എന്തായാലും ഇതിന്റെ ബെഞ്ച് മാർക്സ് വരും. അപ്പോൾ എന്താണ് എക്സാക്ട് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. എനിവേസ് ഇതൊക്കെയാണ് CES 2024 AMDയുടെ മേജർ അനൗൺസ്മെന്റ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ PC ബിൽസ് ആൻഡ് ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമ്പർ ഇവിടെ ഉണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.